മലപ്പുറം കാളികാവ് ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന നരഭോജി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ക്യാമറയിൽ ഇതുവരെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നും കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്നും CCF ടി ഉമ പറഞ്ഞു. ക്യാമറ ട്രാപ്പുകൾ ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തെരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ്, ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. അത് എവിടെയാണ് അതിൻ്റെ ഹൈഡിങ് പ്ലേസ്, അത് ഇന്ന് നാരോ ഡൗൺ ചെയ്തിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് 2 കൂടാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. ഒന്ന് ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്തും ഒന്ന് വാട്ടർ ഹോളിന് അടുപ്പിച്ചും. ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ വയ്ക്കുന്നതിനുള്ള സംവിധാനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കാളികാവിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുകയാണ്. വിപിന, ഇവിടെ ഈ ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള എത്ര സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്? കുങ്കിയാനകൾ എത്തിയോ? ഈ കടുവയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ വിപിൻ? ഹാഷ്മി, 20 പേരടങ്ങുന്ന 3 സംഘങ്ങളാണ് വനംവകുപ്പിന്റേതായി ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. ഇന്നലെ രാത്രി ആരംഭിച്ച കാളികാവിലെ കടുവാ ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുന്നു. 50ഓളം ക്യാമറകളാണ് ആ ഒരു റാവുത്താൻ കുന്നെന്നാണ് ആ പ്രദേശത്തിന്റെ പേരുള്ളത്, ആ മലയുടെ പേരുള്ളത്. ആ പ്രദേശത്ത് 50ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്യാമറയിൽ ഇതുവരെയും ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. പക്ഷേ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 കൂടുകളാണ് സ്ഥാപിക്കുന്നത്. ഒന്ന് ഈ അക്രമം നടത്തിയ സ്ഥലത്തുള്ള ഒരു കൂടും മറ്റൊന്നുള്ളത് അവിടുത്തെ അരുവിക്കടുത്തുള്ള ഒരു കൂടും. അങ്ങനെ 2 കൂടുകളാണ് ഇപ്പോൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് ഒരു ഡ്രോണിന്റെ പരിശോധന ഇന്ന് ഉച്ചയോടുകൂടി ആരംഭിക്കുമെന്നുള്ളത് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. 2 കുങ്കിയാനകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു കുങ്കിയാന എത്തിക്കഴിഞ്ഞു. ഇനി മറ്റൊരു കുങ്കിയാന ഇന്ന് ഉച്ചയോടുകൂടി എത്തുമെന്നുള്ളതാണ്. കോന്നി സുരേന്ദ്രനാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ ഒരു കടുവാ ദൗത്യത്തിന് വേണ്ടി കാളികാവിലേക്ക് എത്തുന്നത്. പ്രതിഷേധം അതുപോലെ തന്നെ കടുക്കുകയാണ് കാശ്മി. ഇപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് കാളികാവ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. ആ ഒരു ധർണ DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്നത്. പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ അവർക്ക് ജോലിക്ക് അവിടെയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം തുടരുന്നു. DCC അധ്യക്ഷൻ VS ജോയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം അവിടെ നടക്കുന്നു. ദൗത്യ സംഘം 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായി തിരഞ്ഞുള്ള പരിശോധന തുടരുകയാണ്. കുങ്കിയാനകൾ ആ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അതിനിടയിൽ ഇന്ന് ഈ പറയുന്ന കൊല്ലപ്പെട്ട ഗഫൂറിൻ്റെ കുടുംബത്തിനുള്ള ധനസഹായത്തിലെ ആദ്യ ഗഡു ഇന്ന് കൈമാറും എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്.